ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഫേസ് പാക്ക് വീഡിയോ ഉണ്ട്. കുറച്ച് ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല, കാരണം ഡെങ്കുവൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അതൊക്കെ മാറി ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ സ്കിന്നൊന്ന് ചെറിയൊരു ഡെഡ് ആയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതിനൊന്ന് അടിപൊളിയാക്കി എടുക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ഫേസ് പാക്ക് വീഡിയോ ആണ്. ആദ്യം നമുക്ക് തൈരാണ് വേണ്ടത്. എൻ്റെ സ്കിന്ന് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഓയിലി സ്കിന്നാണ്. സോ അതുകൊണ്ട് ഞാൻ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ പാല് യൂസ് ചെയ്യാം കേട്ടോ. ദെൻ അതിന് ശേഷം വേണ്ടത് നമുക്ക് പച്ചമഞ്ഞളാണ്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനതെടുത്ത് ജസ്റ്റ് ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തു. ഈ സെയിം ടൈം നിങ്ങൾക്ക് പൗഡർ ഉണ്ടെന്നാണെങ്കിൽ പൗഡർ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ബെനഫിറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈവൻ മഞ്ഞളിൻ്റെ ആണെങ്കിൽ നമ്മളുടെ മുഖത്തുള്ള ഈ കുരുക്കൾ വന്ന കറുത്ത പാടുകളും കുരു വന്ന് കുഴിഞ്ഞ് വന്നിരിക്കുന്ന ചെറിയൊരു ഹോളൊക്കെ പോലെ വീസിലുണ്ടാവില്ലേ, അതൊക്കെ മാറാനായിട്ട് ഈ മഞ്ഞളിൻ്റെ കണ്ടിന്യൂസ് യൂസേജ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ്. കടലമാവ് ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ കുറച്ചൊന്ന് ക്ലെൻസ് ചെയ്യുമ്പോൾ ഒന്ന് സ്മൂത്ത് ആക്കും നമ്മുടെ ഫേസിന്. പിന്നെ അറ്റ് സെയിം ടൈം ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ മഞ്ഞളിൻ്റെ ആ യെല്ലോ ഷെയ്ഡ് ഫേസിൽ അധികം എടുത്ത് കാണിക്കത്തില്ല. അല്ലെന്നാണെങ്കിൽ ഭയങ്കര ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുമല്ലോ. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ വൺസ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഒരു എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫ്രഷ് ആക്കും. ഒരു ടോട്ടലി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ സഹവാസമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് സ്കിൻ ഭയങ്കര മോശമായിട്ടിരിക്കുക, ഒരു ഫ്രഷ്നെസ് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ബെനിഫിറ്റ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായോ ഇഷ്ടമായില്ലെന്ന് ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. എന്നാലല്ലേ അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു.